DP switch അഥവാ ഡബിൾ പോൾ സ്വിച്ച് മോട്ടറിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അഥവാ ഹീറ്റർ AC എന്നീ ലോഡുകൾക്കും ഉപയോഗിക്കണോ? ഒരു സബ്സ്ക്രൈബർ അയച്ചെന്ന ചോദ്യമാണ്. ഉത്തരത്തേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ്. ഡബിൾ പോൾ സ്വിച്ച് അഥവാ DP സ്വിച്ച് മോട്ടറിന് മാത്രം കൊടുത്താൽ മതിയോ, അല്ല ഹീറ്റർ AC എന്നിങ്ങനെയുള്ള ഹെവി ലോഡുകൾക്കും കൊടുക്കണോ? ആദ്യം തന്നെ നിയമപ്രകാരം നമുക്ക് 15 ആംപിയറിന് മുകളിലുള്ള എല്ലാ സോക്കറ്റുകൾക്കും ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഫ്യൂസ് ഉള്ള യൂണിറ്റുകൾ വേണം ഇതിന് കൊടുക്കാൻ. ഇപ്പം ആരും ഫ്യൂസ് ഉള്ള ടൈപ്പ് സ്വിച്ച് വെക്കുന്നില്ല, പകരം എല്ലാവരും ഇൻഡിവിജ്വൽ MCB ആണ് വെക്കുന്നത്. എന്നാൽ ഡബിൾ പോൾ സ്വിച്ച് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. പൊതുവേ നമ്മളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീട്ടിൽ കാണാന്ന് വെച്ചാൽ മോട്ടറിന് മാത്രമാണ് ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കാറ്. ബാക്കിയുള്ള ഹീറ്ററിനും AC-ക്കും ഒന്നും ഇപ്പോൾ പൊതുവേ ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കാറില്ല. മേ ബി പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന AC ഒക്കെ 15 ആംപിയർ കൂടുതൽ ലോഡ് എടുക്കുന്ന ടൈപ്പ് AC ആയിരിക്കും. ഇപ്പോൾ ഉള്ളതൊക്കെ വളരെ ചെറിയ ലോഡ് മാത്രം എടുക്കുന്നത് കൊണ്ടായിരിക്കാം പൊതുവേ ആരും ഡബിൾ പോൾ സ്വിച്ച് വെക്കാത്തത്. ഇപ്പോൾ ഹീറ്റർ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് 2000 വാട്ട് 3000 വാട്ടിൻ്റെ ആയാലും 3000 വാട്ടിൻ്റെ ഒരു കഷ്ടിച്ച് 15 ആംപിയർ വരെ എടുക്കുള്ളൂ. അതേപോലെ തന്നെ AC ആയാലും 1000 വാട്ട് 1500 വാട്ടിൻ്റെ ഒരു 5 മുതൽ 8 ആംപിയർ വരെ മാക്സിമം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പൊതുവേ നമ്മളെല്ലാവരും മോട്ടറിന് മാത്രമാണ് വെച്ചിട്ട് കാണുന്നത്. നിങ്ങൾക്കിത് കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് അപ്പോൾ ഡബിൾ പോൾ സ്വിച്ച് വെക്കുന്നത്? ബേസിക്കലി ഡബിൾ പോൾ സ്വിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസും ന്യൂട്രലും ഒരുമിച്ച് കട്ട് ചെയ്യാണ്. ടോട്ടൽ ഐസൊലേഷൻ. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മോട്ടറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കിണറിൻ്റെ അടിയിലായിരിക്കും, സബ്മേഴ്സിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ കാര്യങ്ങളോ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം എക്സ്റ്റേണലി സബ്മിറ്റ് ചെയ്യുന്ന നീളം വയറുണ്ടാവും. അപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ വന്ന് ന്യൂട്രൽ ഗ്രൗണ്ട് ആവാനും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഡബിൾ പോൾ സ്വിച്ച് വെച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു കൊടുക്കുന്ന ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കുന്ന ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TV യൂണിറ്റിൻ്റെ സ്വിച്ച് ഒരു കോമൺ ഡബിൾ പോൾ സ്വിച്ച് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ബാക്കിയുള്ള പ്ലഗ്സ് പോയിന്റ്, ഫോർ എക്സാമ്പിൾ TVയുടെ പ്ലഗ് ആയാലും ബാക്കി നമ്മൾ സെറ്റർ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ TV ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന പ്ലഗിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പവർ യൂണിറ്റ് പുറത്ത് ഒരു ഡബിൾ പോൾ സ്വിച്ച് വെക്കാറുണ്ട്. പൊതുവേ നിങ്ങൾക്കറിയാം, ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനും മറ്റുമൊക്കെ വരുമ്പോൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, പണ്ട് മുതൽ വയർ ഊരിയിടും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് തന്നെ നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് വെച്ച് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പൊതുവേ ഒരു വോൾട്ടേജ് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ അല്ലെങ്കിൽ അൺഈവൺ ആയിട്ടുള്ള വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഐസൊലേറ്റ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് കൊടുക്കാറുണ്ട്. ഐ ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വീഡിയോ രൂപത്തിൽ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.